അങ്ങനെ ഞങ്ങളുടെ വീട്ടിലും ക്രിസ്മസിൻ്റെ തലേദിവസം കരോൾ വന്നു കേട്ടോ. കരോൾ എല്ലാ വീടുകളിലും വരാറുണ്ട്. നോർമലി ഞങ്ങളുടെ വീട്ടിലും വന്നു. അങ്ങനെ ഞങ്ങൾക്ക് ചോക്ലേറ്റും ഷേക്കാലും ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു. പിള്ളേരൊരു കാർഡ് ഉണ്ടാക്കി, ക്രിസ്മസിൻ്റെ കാർഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ കയ്യിൽ തന്നത്. അതൊരു വെറൈറ്റി സംഭവം. പിള്ളേരുടെ ഒരു സന്തോഷം നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ ചോക്ലേറ്റൊക്കെ തന്ന് ഷെയ്ക്കാൻ്റെയൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ പറഞ്ഞ് പോയി. അവിടെ ചെന്ന് പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഓരോ വീടുകളിൽ കയറും. അപ്പോൾ ഓരോ പിള്ളേരുടെ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അത് ക്രിസ്മസ് വൈബ് തന്നെയെന്ന് പറയാം. പിന്നെ കുട്ടി മാലാഖമാരുണ്ടായിരുന്നേ. കുട്ടി മാലാഖമാരെ കാണാൻ നല്ല രസമല്ലേ? ചെറിയ ഉടുപ്പൊക്കെ ഇട്ട്, വെള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട്, ചിറക്കൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ അവരുടെ ഒപ്പം ഞങ്ങൾ ഡാൻസൊക്കെ ആയിട്ട് എത്തി. അത് കഴിഞ്ഞ് ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ട്രീ, ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. ഈ ട്രീയിൽ നിറച്ചോരോ ചില്ലേമയും ക്രിസ്മസ് ട്രീമോ ഓരോ ചില്ലേമോ എന്തിട്ടാണെന്നറിയോ, ഓരോ ഗിഫ്റ്റുകൾ നൂലിട്ട് കെട്ടി അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഓരോ ഗിഫ്റ്റിന്മേലും ഓരോ നമ്പേഴ്സാണ് എഴുതിയിരിക്കുന്നത്. അതായത് 100 ഗിഫ്റ്റ് ഉണ്ട് ഇതിൽ. നമ്മൾ ഒരു ടോക്കൺ 20 രൂപയാണ്. ഓരോ ടോക്കൺ എടുത്തിട്ട് നമ്മൾ ആ നമ്പർ കിട്ടുന്ന നമ്പർ നോക്കി അവർ ആർക്കാണോ ഭാഗ്യം അവർക്ക് ചിലപ്പോൾ ചെറിയ ഗിഫ്റ്റ് ആയിരിക്കും, ചിലർക്ക് വലിയ ഗിഫ്റ്റ് ആയിരിക്കും. ഞങ്ങൾ എടുത്തോട്ട് അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായി. ഒരു ഫോട്ടോ ഫ്രെയിമാണ് കിട്ടിയിട്ടുണ്ടായേ. അത് വെറൈറ്റി ആയി തോന്നി. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്, ടാറ്റാ, ബൈ.